من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇവിടെ കണ്ടങ്ങൾ നാറൻ തലല്ലാ ഫഅൻത ലഹു തസദ്ദാ വതനസ്സലുൽ മലായികതു. മൂന്നും ഖുർആനിലെ ആയത്തുകളാണ്. ഇത് നമ്മൾ എത്ര തെരഞ്ഞാലും ഇതെന്തെങ്ങനെ വന്നിക്കണ് എന്ന് കൺഫ്യൂഷൻ ആയി പോകും. കാരണം ഇത് നമ്മളൊരു ഈ ഒരു ഫോം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. തനസ്സലു എന്നുള്ള ഒരു ഫോം നമുക്ക് ഇത് പിന്നെ അവസാനം അലിഫായതുകൊണ്ട് നമുക്കത് മാലിയാണെന്ന് പറഞ്ഞു നോക്കാം. തലവ മാലിയായിട്ട് തനസ്സലു എന്നുള്ളത് നോക്ക് നിങ്ങൾ ഏത് ഇതിൽ വെച്ചാലും അത് ശരിയാവില്ല. തനസ്സലു എന്നുള്ളത് ഒന്നിരിക്കെ തനസ്സല എന്ന് പറഞ്ഞാൽ അപ്പൊ തഫ അലബാബാണ്. പിന്നെ എൻ്റെ മുലാരി എന്താണ്? യത്തഫ അലു എന്ന് വരിക. യത്തഫ അലു. അപ്പൊ തനസ്സലന്റെ മുലാരി യത്തനസ്സലു എന്ന് വരിക. അപ്പൊ അതിങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ സർഫാക്കുന്ന സമയത്ത് യത്തനസ്സലു, യത്തനസ്സലാനി, യത്തനസ്സലൂന, തത്തനസ്സലു. അവിടെ കണ്ടോ? തത്തനസ്സലു. അവിടെ എന്ത് ചെയ്തു? രണ്ട് താ ഒരുമിച്ച് കൂടിയപ്പോ ഒരു തായിനെ കളഞ്ഞു. അതൊരു നിയമമാണ്. നോക്കാം. ഹദ്ഫു താഇ മിൻ അവ്വലിൽ മുളാരിഇ. ഇതാണ് നിയമം കേട്ടോ. മുളാരിഇന്റെ തുടക്കത്തിൽ നിന്നും താഇനെ കളയുക. ഹദ്ഫു താഇ, താഇനെ കളയുക. മിൻ അവ്വലിൽ മുളാരിഇ, മുളാരിഇന്റെ തുടക്കത്തിൽ നിന്നും. വഅലം, നീ അറിയണം. അന്നഹു, തീർച്ചയായും കാര്യം. ഇദജ്തമഅ, ഒരുമിച്ചു കൂടിയാൽ. താആനി, രണ്ട് താഉകൾ ഒരുമിച്ചു കൂടിയാൽ. ഫി അവ്വലി മുളാരിഇ തഫഅല വതഫഅല വതഫഅല. തഫഅല എന്ന ബാബിന്റെയും തഫഅല എന്ന ബാബിന്റെയും തഫഅല, ഈ മൂന്ന് ബാബിന്റെ കേട്ടോ. തഫഅല, 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 ഈ മൂന്ന് ബാബിന്റെ മുളാരിഇന്റെ തുടക്കത്തിൽ രണ്ട് താ ഒരുമിച്ച് കൂടിയാൽ. രണ്ട് താ ഒരുമിച്ച് കൂടിയാൽ ഫയജൂസു, അനുവദനീയമാണ്. ഇസ്ബാത്തുഹുമാ, ആ രണ്ട് കാര്യങ്ങളെയും രണ്ട് താഇനെയും സ്ഥിരപ്പെടുത്തൽ. ആ രണ്ട് താഇനെയും സ്ഥിരപ്പെടുത്തൽ അത്യാവശ്യമാണ്, അല്ല അനുവദനീയാണ്. നെഹ്വി ഏതുപോലെ തത്തജന്നബു ആണോ, അത് സ്ഥിരപ്പെടുത്തി. തത്തഖാത്തലു സ്ഥിരപ്പെടുത്തി. തത്തദഹ്റജു സ്ഥിരപ്പെടുത്തി. അത് അനുവദനീയാണ്. വയജൂസു, അനുവദനീയമാണ്. ഹദ്ഫു ഇഹ്ദാഹുമാ, രണ്ടാലൊന്നിനെ കളയൽ. രണ്ട് താഉകളിൽ ഒന്നിനെ കളയലും അനുവദനീയമാണ്. ഇതുപോലെ കമാഫി തൻസീലി, പരിശുദ്ധ ഖുർആനിലുള്ളതുപോലെ ഫഅൻത ലഹു തസദ്ദാ ആണ്, അവിടെ തത്തസദ്ദാ എന്നാണ്. അതുപോലെ നാറൻ തലല്ലാ തനസ്സലുൽ മലായികതു, അവിടെ തതനസ്സലു തതലല്ലാ എന്നൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു തായിനെ കളയൽ അനുവദനീയമാണ്. തസദ്ദാ തന്നെ. തസദ്ദാ യതസദ്ദാ. ആ തഫഅല ബാബനെ സുലാസി മസീദ് പിയാണത്. എവിടെ? അത് മുളാരിയാണ് ഇവിടെ വന്നിക്കണേ. ഇവിടെ മുളാരിയ വന്നിക്കണേ. തസദ്ദാ, തസദ്ദ. ഇവിടെ അസ്ല് തത്തസദ്ദ എന്നാ വരിക. അവിടെ ആ
തസദ്ദ യത്തസദ്ദ, ഏതുപോലെ തഫഅല യതഫഅലു. അവസാനം നമുക്കത് അലിഫായതുകൊണ്ടാണ് ഹർക്കത്ത് വെളിവാകാത്തത്, ലമ്മ വെളിവാകാത്തത്. മറ്റോടത്തുണ്ട് തനസ്സലു, അവിടെ ലമ്മ വെളിവായതുകൊണ്ട് ലാമ് സ്വഹീഹായ ലെറ്ററാണ്. അപ്പോ ഒന്നുകൂടി പറയാം. തഫഅല, തഫാഅല, തഫഅലല, ഈ മൂന്ന് ബാബുകളിലെ മുളാരിയിൽ രണ്ട് താ ഒരുമിച്ച് വരുന്ന സമയത്ത് അതിനെ കളയലും സ്ഥിരപ്പെടുത്തലും അനുവദനീയമാണ്. കളയും ചെയ്യാം, സ്ഥിരപ്പെടുത്തുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. അല്ല തഫഅലയില് എന്തേ അത് ഒരു അലിഫ് ഉണ്ടാവും അവിടെ ലാസ്റ്റ് കണ്ടില്ല, ഒരു അലിഫ്. ഒരു അലിഫ് ഉണ്ടാവും. നിങ്ങൾ എഴുതി, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് എഴുതി, എന്നിട്ട് തെറ്റുള്ളത് നമുക്ക് തിരുത്താം. ഓക്കെ, ക്ലിയർ അല്ലേ? പ്രശ്നമല്ലോ. ഇനി ഓക്കെ, ഫാഉ ഇഫ്തഅല. ഇഫ്തഅല എന്ന ഫിഇലിന്റെ ഫാ, ഇതിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് പറയാത്ത കേട്ടോ. നോക്കി നിങ്ങളെ, സ്വലഹ, സ്വലഹ എന്നൊരു ഫീൽ കേട്ടോ. അതിന്റെ ഇഫ്തിയാലം ബാബ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? യുസ് തലഹ എന്നുണ്ടാക്കുക. യുസ് തലഹ, ശരിക്കും അങ്ങനെ പറയേണ്ടത്. ഇഫ്തഅലയില് ഇവിടെ നോക്കി, ഈ ഇഫ്തഅലയിൽ അധികം വന്നത് ഏതൊക്കെയാണ്? അലിഫും ഈ താവും അധികമാണ്. അലിഫും താവും ഇജ്തമ, യെസ്, ഇജ്തമ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിൽ അലിഫും താവും അധികമാണ്. അതേപോലെ നമ്മൾ സുൽഹ്, സ്വലഹ എന്നതിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഈ സ് ത ലഹ എന്നാ പറയേണ്ടത്. ഇസ് തലഹ എങ്ങനെ പറയേണ്ടത്? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയത്, ഒരു ചൊർക്ക് കിട്ടുന്നില്ലല്ലോ. യുസ് തലഹ, സ്വാദ് ഒരു പ്രധാനപ്പെട്ട ഒരു മുഴക്കമുള്ള ഒരു ഇസ്തിലാന്റെ ലെറ്റർ, പിന്നെ ത അതൊരു ബലം കുറഞ്ഞ റിഹവിന്റെ ലെറ്റർ. അങ്ങനെ അങ്ങോട്ട് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എവിടെ അതാണിപ്പോ പറയുന്നതാണ്, അതിലേക്ക് എത്തുകയാണ്. ശരിക്കും പറയേണ്ടത് എന്താണ്? യുസ് താ എന്നാ വേണ്ട. ഇവിടെ ഈ താ കണ്ടങ്ങള്, ഇവിടുത്തെ ഒരു താ കണ്ടോ റാഫിക്ക? ഈ താ ത്വാന്ന് പറയണ്ട, ത, മറ്റേത് ചുണ്ട് കൂർപ്പിക്കൊന്നും വേണ്ട. ത, ഈ ഇനിയിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ, ത്വാ തന്നെ. ഈ ത്വാ എന്നുള്ളത് ഇങ്ങനത്തെ ഒരു അധികം ഉള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ താ വെച്ച് പറയുമ്പോൾ, നമ്മൾ ഇഫ്താലത്തെ ഇജ്തമ എന്ന് പറഞ്ഞു കൊടുത്ത താ വെച്ച് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഉച്ചരിക്കാൻ, സ്വാദിന് ശേഷം താ പറയുമ്പോൾ. അപ്പൊ അതിനെ ഈ തായിനെ മാറ്റി ത്വാ ആക്കി. അതാണ് നിയമം. ഒന്നുകൂടി പറയാം. ഇഫ്തിആലം ബാബിന്റെ, ഇഫ്തഅല യഫ്തഇലു എന്നുള്ള ആ ഇഫ്തിആലം ബാബിന്റെ ഫാ ഫിഇല് സ്വാദോ, ഇതവിടെ സ്വാദോ, ലാദോ, താഓ, ലാഓ ആയി കഴിഞ്ഞാൽ അതിന്റെ താഇനെ ത്വാ ആക്കി മറിക്കും. താ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കും? ത്വാ ആക്കും. അതാണ് നിയമം. ഇപ്പൊ ക്ലിയർ ആയോ റാഫിക? ഫാ ഫിഇല് ഏത് വന്നാല്, ഈ നാലക്ഷരം വന്നാൽ,
സ്വാദോ ഏ ആര് ആ ആ ആ അതെ അത് നമുക്ക് പ്രയാസമാണ് ഒരുമിച്ച് പറയല്. ഏത് ഇത് ഇസ്തിലാൻ രണ്ടും ഒരുമിച്ച് പറയാം. മറ്റേതാണ് ഇസ്തിലാവും ഒന്ന് ഇസ്തിഫാലുമായ ലെറ്റേഴ്സുകൾ അടുപ്പിച്ച് വരല് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ അവിടെ താഇനെ മറിച്ച് താ ആക്കി. അപ്പോൾ ഇസ്തലഹ. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്, അതിനപ്പോൾ പറയാം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ. താ അധികം വന്നിട്ടില്ലല്ലോ, വരുന്നതല്ലല്ലോ. താ അല്ലേ വരേണ്ടത്? ശരിയാണ്, താ തന്നെ വരേണ്ടത്. പക്ഷേ ഇഫ്തിയാലം ബാബിന്റെ ഫീല് സ്വാദോ ലാദോ താഓ ലാഓ ആയിക്കഴിഞ്ഞാൽ അതിന്റെ താഇനെ ത്വാ ആക്കി മറിക്കും. എന്ത് റഹ്മത്തുള്ളാഹി അള്ളാന്റെ അൻ റഹ്മത്തില്ല. ഇനി നോക്ക്, ഇവിടെ ലർബ് ലർബ് കണ്ട, ലർബിൽ എന്താ വന്ന് പറയാം? അത്താ മാറ്റി താ മാറ്റിട്ട് എന്ത് ചെയ്തു? ഇൽ തൊറബ. വമിന തൊർദി, തൊർദിൽ നിന്ന് എത്തു തൊറദ എന്നാണ് വരിക. അത് അപ്പോൾ ഇദ്ഗാം ചെയ്തിട്ട് ഇത്തറദ എന്ന് പറഞ്ഞു. ഇത്തറദ അവിടെ എന്ത് ചെയ്തു? ഇത്തു തെറദ എന്നാ വരിക. ആ തായിനെ എന്ത് ചെയ്തു? നമ്മൾ ത്വാ ആക്കി മാറ്റിച്ചു. സുക്കൂനുള്ള താ ഹറക്കത്തുള്ള തായിൽ ഇദ്ഗാം ചെയ്തിട്ട് ഇത്തറദ എന്ന് പറഞ്ഞു. ദുൽമ് ഇല്ലലമ, ശ്രദ്ധിക്കണേ, ഇല്ലലമ അവിടെ പറഞ്ഞുതരാം. അവിടെ അസ്ൽ എന്താ വരിക? യു തലമ എന്ന വരിക. അപ്പൊ തായിന് എന്താക്കി? ത്വാ ആക്കി മറിച്ചു. യു തലമ എന്നായി. അപ്പോ ലാഉം താഉം അടുത്തടുത്ത മഖ്റജ് ആയതുകൊണ്ട് ആ ലാഇനെ താഇനെ മറിച്ച് ലാ ആക്കി. അപ്പൊ ഇവ്വലമ തിരിച്ചു പറ്റിയാൽ അവിടെ ഏതാണ് അസ്ലെന്ന് തിരിയില്ല. ഇത്തലമ എന്നാവും, പക്ഷെ അവിടെ അസ്ല് ഏതാന്ന് തിരിയില്ല. അസ്ല് ത്വാ ആണോ? ഇവിടെ നമ്മൾ തിരിയല്ലോ. ഇവിടെ ഫാഫീലാണല്ലോ, ഫാഫീലാക്കിയിട്ടാണല്ലോ മറിക്കുന്നത്. ഇല്ലലമ എന്ന് പറയുമ്പോൾ അപ്പൊ ലലമ എന്ന് വന്നതെന്നാണ് തിരിയും. ഇത്തലമ എന്നാണെങ്കിൽ തലമേന്നാണോ എന്ന് സംശയമായി പോകും. ഇവിടെ ഇല്ലലമ എന്നാവുമ്പോ ലാന്ന് തിരിയും. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലായിടത്തും അങ്ങനെ വരും കേട്ടോ, എല്ലായിടത്തും അങ്ങനെ വരും. എന്താണ്? ഇസ്തലഹ യസ്തലിഹു ഇസ്തിലാഹൻ ഫഹുവ മുസ്തലിഹുൻ വ ഉസ്തുലിഹ യുസ്തലഹു ഇസ്തിലാഹൻ ഫഹുവ മുസ്തലഹുൻ. അൽ അംറു മിൻഹു ഇസ്തലിഹ് വന്നഹിയു ലാ തസ്തലിഹ്. ഇനി അപ്പൊ അതൊരു നിയമം. നന്നായി, നന്നായി തന്നെ, നന്നായി തന്നെ അർത്ഥം വരിക. നന്നായി, നല്ലവനായി. ഇനി അടുത്ത നിയമം. ഇനി ഇഫ്തഅലന്റെ ഫാ ദാലായി, ദാലായി, സാ ആയി. ഏത്? ഈ മൂന്ന് ദാല്, ദാല്, സ. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? അതിന്റെ താഇനെ ദാലാക്കി മറിക്കും. താഇനെ എന്താക്കി മറിക്കും? ദാലാക്കി മറിക്കും. തഖൂലു, നീ പറയുന്ന നോക്ക്. ദർ, ദിക്ർ, സജ്ർ, ഇദ്ദറ. ഇദ്ദറ അവിടെ എന്ത് ചെയ്തു? താഇനെ ദാലാക്കി, സുക്കൂനുള്ള ദാല് മുത്തഹരിക്കായ ദാൽ ഇദ്ഗാം ചെയ്തു. ഇദ്ദറ എന്ന് പറഞ്ഞു.
ഏ അതുപോലെ ഇദ്ദക്കറ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇദ്ദക്കറ, ഇത് തക്കറ എന്നാ വരിക. എന്താ വരിക? ഇത് തക്കറ. അവിടെ എന്ത് ചെയ്തു നമ്മള്? ദാലിനെ താഇനെ ദാലാക്കി ഇത് ദക്കറ എന്നായി. പിന്നെ അതിനോട് അടുപ്പിച്ചത് ഒരേ മഹറജ, അടുത്തടുത്ത മഹറജ ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദക്കറ എന്നാക്കി. ഇദ്ദക്കറ, ഈ ഇദ്ദക്കറ എന്നല്ല, ഇദ്ദക്കറ എന്നാണ്. കാഫിന് ശബ്ദില്ല, കാഫിന് ശബ്ദുമില്ല. അവിടെ ഇദ്ദക്കറ എന്നാണ് വരിക. അടുത്ത നോക്കൂ നിങ്ങള്, ഇസ്ദജറ ഉണ്ടോ? ഇസ്തജറ എന്ന വരിക. ഇസ് തജറ, അവിടെ എന്ത് മാറ്റി? താഇനെ ദാലാക്കി മാറ്റി. ഇസ്ദജറ. സഞ്ചാന്റെ ഒരു ഷറില്ല. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? തക്കറ എന്നാണേ. ഇത് തക്കറ എന്ന വരിക. താഇനെ ദാലാക്കി, അപ്പൊ ഇത് ദക്കറ എന്നായി. പിന്നെ ദാലിനെ ദാലാക്കി, ദാലാക്കി മറിച്ചു. അപ്പൊ ഇദ്ദക്കറ എന്നായി. ഇവിടെ ഇദ്ഗാം ചെയ്യാതെയും അഭിപ്രായം ഉണ്ട് കേട്ടോ. ഇത് ദക്കറ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലരുടെ അഭിപ്രായത്തിൽ ഇദ്ദക്കറ എന്നല്ല, ഇത് ദക്കറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഷാ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ അതിൽ പ്രബലം ഏതാണ്? നമ്മൾ പറഞ്ഞ ഇദ്ദക്കറ എന്നുള്ളതാണ്. അതെന്തില്ല? കാഫിന് ശബ്ദില്ല, ഇദ്ദക്കറ. ഇനി ഇദ്ദക്കറ എന്ന് പറഞ്ഞവരുണ്ട്. ഇദ്ദക്കറ, ഇതിപ്പോ നമ്മൾ എഴുതിയ പോലെ തന്നെ ഇദ്ദക്കറ എന്ന് പറഞ്ഞവരുണ്ട്. അത് മൂന്നാമത്തെ അഭിപ്രായമാണ്. അടുത്ത നിയമമായി ഇപ്പൊ നമ്മള് തഫഅല, തഫഅല, തഫഅലല, ഇതിന്റെ രണ്ട് താ ഒരുമിച്ച് കൂടുമ്പോ ഒരു തായിനെ കളയാം. അവിടെ ഏത് തായിനെ കളയാം? ഒരു തായിനെ കളയാതാണ്. നിങ്ങളെ അഭിപ്രായത്തിൽ ഏത് തായിനെ കളയാം? നമ്മുടെ ഡോക്ടർ സാഹിബ് എന്താ പറഞ്ഞേ? രണ്ടഭിപ്രായം പറഞ്ഞവരുണ്ട്. രണ്ടാമത്തെ ആണ് കളഞ്ഞത് എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ അവർ പറയും അത് ഫസ്റ്റത്തെ താ ഉണ്ടല്ലോ, അത് മുലാരിയാണെന്നുള്ളതിന്റെ അടയാളല്ലേ, മുലാറത്തിന്റെ അടയാളം അവിടെ വേണ്ടേന്നുള്ളത് അങ്ങനെ പറയും. മറ്റൊരു പറയും ഒന്നാമത്തെ താ ആണ് കളഞ്ഞിരിക്കുന്നത്. എന്താ പറയും? മറ്റേത് അസിലല്ലേ, അസ്ലിയായ ലെറ്റർ അല്ലേ, അത് കളയണ്ട, മറ്റേത് കളഞ്ഞാൽ മതി. അങ്ങനെ പറയും. എന്താ അഭിപ്രായമുണ്ട്? വഹിയ. ഓക്കെ, അടുത്തും കൂടി പറയാം. കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. ഇഫ്താലന്റെ കഴിഞ്ഞു. ഇനി ഇഫ്തഅലയുടെ ഫാ വാവായി, യാ ആയി, സ ആയി. വയസ, വാവ്, യാ, സ.
ഇസ്മിനെന്തിനാ മജൂലാക്കുന്നത്? അത് വേറെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ മജൂല. ലം യജഅലില്ലാഹു മരീദൻ, ആക്കുക എന്നുള്ളതാണ് വരിക. ആക്കുക എന്നുള്ള ഫീല് കൊടുക്കണം. ഇനി വാവോ യാഓ സാഓ ആയാൽ അതിന്റെ ഫായിനെ താക്കും. നമ്മളിപ്പോ മറ്റേ തായിനെ മറിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ രണ്ട് ഉദാഹരണത്തിലും തായിനെ മറിച്ചു എന്നാ പറഞ്ഞു. ഇവിടെ എന്ത് ചെയ്യും? ഫായിനെ താ ആക്കും. നേരെ തിരിച്ചിട്ടോ. മറ്റോടത്ത് തായിനെ മറിച്ച് ത്വ ആക്കും, തായിനെ മറിച്ച് ദാലാക്കും എന്നാ പറഞ്ഞത്. ഇവിടെ ഫായിനെ മറിച്ച് താ ആക്കും. ഏതുപോലെ? അങ്ങനെ ആയിക്കഴിഞ്ഞ വഴുത് ഇത്തഅദ, നമ്പർ നോക്ക്. ഇത്തഅദ, ഇബ്തഅദ, മറ്റേ ഫോൺ യസ്റിന്ന് ഇത്തസറ. കണ്ടോ? അവിടെ ഇബ്തഅദ എന്ന അസിലുണ്ടാകുക വാവാണ്. ആ വാവിനെ താ ആക്കി മറിച്ചു. എന്നിട്ട് തായിനെ ഇദ്ഗാം ചെയ്തു. യാഇനെ താ ആക്കി മറിച്ചു. ഇത്തസറ. സഗർ നിന്ന് ഇത്തഗറ. ആ സായിനെ എന്താക്കി മറിച്ചു? താ ആക്കി മറിച്ചു. ഇത്തഗറ. അപ്പോ ഈ പറഞ്ഞ സ്ഥലത്ത് മൂന്നാമത് പറഞ്ഞോടത്ത് ഫാ ഫീല് വാവോ യാഓ സാഓ ആയിക്കഴിഞ്ഞാൽ അതിനെ മറിച്ച് താ ആക്കുന്നതാണ്. ഇത്തഅദ, ഇത്തസറ, ഇത്തഗറ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അസ്ല്. അപ്പൊ നമ്മള് ഇഫ്തിയാലം ബാബിന്റെ നിയമാണല്ലോ. ഇഫ്തിയാലം ബാബിന്റെ ഫാ ഫിഇല് സാ ആയിക്കഴിഞ്ഞാൽ ആ സായിനെ മറിച്ച്, സാ എന്ന ഫാ ഫീലിനെ മറിച്ച് താ ആക്കും. എന്നിട്ട് ഇദ്ഗാം ചെയ്തു. ഇത്തഗറ എന്നാക്കി. ഫായിനാണ് ഇവിടെ മറിക്കണേ. ഇവിടെ ഫായിനെ മറിച്ച് താ ആക്കുക. മറ്റോടത്ത് ഇത്തിവാർ എന്ന് പറയും. ഇജ്തിമാഇന്റെ ഇജ്തിമാ എന്ന് പറയില്ലേ? ഇത്തസറിന്റെ ഇത്തിസാർ എന്ന് പറയില്ലേ? അതിന്റെ അവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. അത് കാരണം അത് വാവു ആകാലോ, അതുപോലെ യാവു ആകാലോ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കത് അതിന്റെ ഒരു എന്താണ് വഗറ് എന്ന് പറഞ്ഞ ഒരു ഫീൽ ഉണ്ടോ നോക്കണം. യഗറ് എന്ന് പറഞ്ഞ ഫീൽ ഉണ്ടോ? അങ്ങനത്തെ ഫീൽ ഇല്ല. അങ്ങനത്തെ രണ്ട് ഫീലുകൾ ഇല്ല. പിന്നെ അത് സഗർ എന്നുള്ള യെസ്. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും? കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. ചില പദങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അതിന്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വന്യമായി തോന്നുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് കിട്ടും. പിന്നെ ഓക്കെ. അപ്പൊ മൂന്ന് നിയമം ഇഫ്തഅലയുടെ ഫാഉമായി ബന്ധപ്പെട്ട് മൂന്ന് നിയമങ്ങളാണ്. രണ്ടെണ്ണത്തിൽ താഇനെയാണ് മറിക്കുന്നത്, മൂന്നാമത്തതിൽ ഫാഇനെ താ ആക്കി മറിക്കുകയാണ്. അതാണ് വ്യത്യാസം. നോക്കുക, ഇനി വായിക്കാം. ഇഫ്തഅലയുടെ ഫാ ആയാൽ, സാദൻ സാദായാൽ, ഔ ലാദൻ ലാദായാൽ, ഔ താഅൻ ഔ ലാഅൻ, ഖുലിബത് മറിക്കപ്പെടും, താഉഹു അതിന്റെ താഇനെ മറിക്കപ്പെടും, താഅൻ താ ആക്കി മറിക്കപ്പെടും.
അങ്ങനെ പറയൽ ബുദ്ധിമുട്ടാണ്, സംസാരിക്കൽ ബുദ്ധിമുട്ടാണ്, കഴിയില്ല. ഫതഖൂലു, അപ്പോൾ നീ പറയും, ഫിഫ്തഅല, ഇഫ്തഅലയിൽ നീ പറയും, സുൽഹിൽ നിന്നുള്ള ഇഫ്തഅലയിൽ ഇസ്തലഹ എന്ന് പറയും. വമിന ലർബി, ലർബിൽ നിന്നുള്ള ഇഫ്തഅലയിൽ ഇൽതറബ എന്ന് പറയും. വമിന തർദി, തർദിൽ നിന്നുള്ള അതിൽ എന്ത് പറയും? ഇത്തറദ എന്ന് പറയും. വമിന ദുൽമി, ദുൽമിൽ നിന്നുള്ള ഇൽവലമ എന്ന് പറയും. അപ്പൊ നമ്മൾ വിശദീകരിച്ചു. സുൽഹ് എന്തേ? അസുലഹ നന്നാക്കുക. സുൽഹ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്, നല്ലതാകുക എന്നൊക്കെ പറയില്ല, സന്ധിയിലാകുക എന്നൊക്കെ പറയില്ല. പ്രശ്നം സുൽഹായി എന്നൊക്കെ കേട്ടില്ല. സുല്ല് എന്ന് പറയില്ലേ നമ്മള് മലയാളത്തിൽ, അത് ഇതെന്ന് വന്നാണ് സുൽഹ്, ശരിയായി എന്നർത്ഥം. അപ്പൊ ഇവിടെ അതിന്റെ ഇത് സ്വലഹന്റെ മസ്തറാട്ടോ ഇത് സുൽഹ്. ലലമന്റെ മസ്തറാണ് ദുൽമ്, തൊറദന്റെ മസ്തറാണ് തൊർദ്, ലർബന്റെ മസ്തറാണ് ലർബ്. അപ്പൊ അത് സുലാസി നിർത്താം. യെസ് 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 യെസ്. അതാക്കായിരുന്നു വെച്ചാല്, ഒന്ന് ഇത് ഇല്ലലമ എന്നാക്കുമ്പോ അവിടെ ലാ ആണ് അസ്ര് എന്നുള്ള ഒരു അടയാളം അറിയിക്കലുണ്ട്. അവിടെ ഇത്തലമ എന്നാകുമ്പോ താ ആയെന്ന് തോന്നിപ്പോവും, തലമ എന്നാണെന്ന് തോന്നിപ്പോവും. അതില്ലാതിരിക്കാനാണ്. ആ ആ പ്രശ്നം ഒന്ന് കുറയല്ലേ ചെയ്യുന്നു ഇവിടെ, അല്ലേ? ഇവിടെ ഇപ്പോ ആ പ്രശ്നത്തിലേക്ക് ഒന്നുകൂടി ചേരുന്നതില്ലാതാകല്ലേ ചെയ്യണം, പ്രശ്നം കുറഞ്ഞൊക്കെയല്ലേ. മറ്റോടത്ത് പ്രശ്നം എന്താണ്? ആ പ്രശ്നം തീരൂല. അപ്പൊ നമ്മള് ഇനിയും അയക്കൊരു വേറെ പ്രശ്നം കൂടി ചേർക്കണ്ട. അപ്പൊ പ്രശ്നത്തിന്റെ എണ്ണം എന്ത് ചെയ്തു? കനം നമ്മൾ കുറച്ചു. നിനക്ക് നല്ലത്. ആ അതെ അതെ. അപ്പൊ നമ്മള് ഇത് ഇങ്ങനത്തെ ശൈലിയില് നമ്മള് ഖുർആൻ പിന്നെ അസഹാണല്ലോ, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടവും ആയതാണല്ലോ. അപ്പൊ അതിലേക്ക് നോക്കിയിട്ട് കൂടി എടുക്കും ഭാഷ. അറബി ഭാഷന്റെ ചില ഇത് ഇതിലേക്ക് എടുക്കും. ഖുർആനില് ഏറ്റവും ടോപ്പായ രൂപത്തിലാണ് വരിക, അതുകൊണ്ട് അങ്ങനെ എടുക്കും. അപ്പൊ ഇത് നമ്മൾ നെഹവിന്റെ കിതാബിലൊക്കെ പറയും, എന്ത് ചില സ്ഥലത്ത് ഈ പ്രയോഗം 2ാം നമ്പറാണ്, അതുകൊണ്ട് തന്നെ അത് ഖുർആനിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയും. 1ാം നമ്പർ മാത്രമേ വരുള്ളൂ. അത് നമ്മളിവിടെ ആ രൂപത്തിലും എടുത്തത് കൊണ്ട് കൂടിയാവും. അപ്പൊ വക്കദാലിക്, ഇപ്രകാരം തന്നെ ജമീഉ മുത്തസറഫാത്തിഹി, അതിന്റെ മുഴുവൻ സർഫാക്കപ്പെടുന്ന പദങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇസ്തലഹ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ മുദാരിയിലും അംറിലും മസ്തറിലും നെഹിയിലും ഒക്കെ അങ്ങനെ തന്നെ വരിക. നെഹ്വു യസ്തലിഹു ഫഹുവ മുസ്തലിഹുൻ വദാക മുസ്തലഹുൻ, ഇസ്മു ഫാഇൽ ഇസ്മു മഫ്ഊലാണ്. ഇസ്തലിഹ് അംറ്, ലാ തസ്തലിഹ്. അപ്പോൾ അവിടെ എല്ലായിടത്തും സർഫാവും അങ്ങനെ തന്നെ വരിക. ഇനി നോക്കാം, മതാ കാന ഫാഉ ഇഫ്തഅല, ഇഫ്തഅല ഇവിടെ ഫാഉ ആയാൽ, ദാലൻ ഔ ദാലൻ ഔ സാഅൻ, ദാലോ ദാലോ സാഓ ആയാൽ, ഖുലിബത് താഉഹു ദാലൻ, അതിന്റെ ദാലിനെ താഇനെ ദാലാക്കി മറിക്കപ്പെടും. അത് നമ്മള് പുതിയ നിയമമാണിത്, നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഇത് ഈ നിയമം പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും, ഇതെന്താ ഫീല്, ഇതെന്താ ഇങ്ങനെ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ തോന്നിക്കും. അപ്പൊ ഈ നിയമം ഇഫ്തഅല ബാബിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നോക്ക്, ഫതഖൂലു, നീ പറയും, ഫിഫ്തഅല മിന ദർഇ, ദർഇൽ നിന്നുള്ള ഇഫ്തഅലയിൽ നീ പറയും, ദിക്ർ സജ്ർ എന്നൊക്കെയുള്ള നീ പറയും, ഇദ്ദറ, ഇദ്ദറ.
ഇത് തറ എന്നുണ്ടാകുക, ഇത് തറ. അപ്പൊ അവിടെ നമുക്ക് അത് ഒരു പറയാൻ എന്തുണ്ട്, ആ വന്നപ്പോൾ ഒരു പ്രയാസം വന്നപ്പോൾ ആ താഇനെ ദാലാക്കി മറിച്ചു, ഇദ്ദറ എന്നാക്കി. വദ്ദക്കറ മാറ്റണേ, തിരുത്തണം കേട്ടോ, അത് വദ്ദക്കറ, വദ്ദക്കറ എന്നാക്കണം. അവിടെ ചെറിയ മിസ്റ്റേക്ക് ആണല്ലേ. അവിടെ ദാലിനെ ദാല് വന്നപ്പോൾ താഇനെ ദാലാക്കി, പിന്നെ എന്ത് ദാലിനെ ദാലു ആക്കി, വദ്ദക്കറ. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരത്തിലേക്കാണ് മാറ്റേണ്ടത്. അതിന് ഓപ്പോസിറ്റുള്ള പണി അവിടെ എടുത്ത് ശരിക്കും അങ്ങനെ ചെയ്യാം. ഇദ്ഗാം ചെയ്യപ്പെടുന്ന അക്ഷരം ഏതാണോ, അതായത് രണ്ടാമത്തെ ലെറ്ററിൻ്റെയിലേക്കാണ് മാറ്റുക ഒന്നാമത്തെ ലെറ്ററിൻ്റെ. ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റാണ് ചെയ്ത്. വസ്ദജറ, വസ്ദജറ, വസ്തജറ എന്നാണ് നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് താ ആണ് അവിടെ വരേണ്ടത്. പക്ഷെ അവിടെ സായിന് ശേഷം താ പറയലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ തായിനെ മറിച്ച് ദാലാക്കി, വസ്ദജറ. വമതാ കാന ഫാഉ ഇഫ്തഅല വാവൻ ഔ യാഅൻ ഔ സഅൻ. ഇഫ്തഅലയുടെ ഫാ ആയാൽ, വാവോ സാഓ യാഓ ആയാൽ, ഖുലിബത്ത് ഫാഉഹു തഅൻ, അതിന്റെ ഫാഇനെ താ ആക്കി മറിക്കപ്പെടും. ഫതഖൂലു, എന്നിട്ട് നീ പറയും, ഇഫ്തഅല, ഇഫ്തഅലയിൽ നീ പറയും, മിനൽ വഅദി, വഅദിൽ നിന്നുള്ള ഇഫ്തഅലിൽ ഇത്തഅദ എന്ന് പറയും. ഇവ് തഅദ എന്നുണ്ടാകുക, ഇവ് തഅദ. പിന്നെ വമിനൽ യസ്രി, യസ്രിൽ നിന്നുള്ള ഇഫ്തഅലിൽ നീ പറയും ഇത്തസറ. സഗറിൽ നിന്നുള്ള ഇഫ്തഅലിൽ നീ പറയും ഇത്തഗറ, ഇത്തഗറ. ഓക്കെ അല്ലേ? ഇവ്താദാന്നാണ് അസ്ല് വരിക. അത് നമ്മൾ അതെ അതെ അതെ. യസറയിൻ്റെ ഇത്തസറായി, സഗറിൻ്റെ ഇത്തഗറായി. നമ്മൾ ഇത് കേട്ടില്ലേ, യത്തഖി, ഇത്തഖ, ഇത്തഖ യത്തഖി, അത് തന്നെയാണ്. വഖ എന്നാണ് അതിൻ്റെ ഫീല് വരിക, വഖ. ആ വാവ് ഇത് വന്നപ്പോൾ എന്ത് ചെയ്തു, വാവിനെ താക്കി മറിച്ചു, ഇത്തഖ. ഇത്തഖുല്ലാഹ്, ആ വഖ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, കാക്കുക എന്നൊക്കെ. അതിന്റെ ആ അതെ അതെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, അവിടെ ഇത്തഖ, മുത്തഖി, ആള് മുത്തഖിയാണ്. ഇത്തിഖാൻ, ഇത്തഖ യത്തഖി, ഇത്തഖി നീ സൂക്ഷിക്കുക, ഇത്തഖുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണ്ടോ. അത് ഇഫ്തിയാലം ബാബാണ്. ഇത്തഖുല്ലാ, ആ വാവ് ആക്കി മറിച്ചിട്ട് ഇത്തഖുല്ലാ എന്നാക്കിയതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുക്കാം. മുന്നൂറ്റി 55 അല്ലേ? കാണില്ലേ? പറയും. ഒന്നാമത്തെ ആയത്ത്, 11-ാമത്തെ ആയത്ത്, സൂറത്തുൻ നൂർ. നമ്മളിപ്പോൾ പഠിച്ച മാലി മുതൽ ഇതുവരെ പഠിച്ചത് മൊത്തം പറയാം. ജാഉ മാലി, പിന്നെ അത് ഏതാ? ഒന്നുകൂടി ആലോചിക്കും. ആ ആ ആ പിന്നെ ഞാൻ കളഞ്ഞു. കാരണം ഏതില്ല വന്നു?
ലാമുൽ അമ്രിന്റെ ലാം അങ്ങനെയല്ലല്ലോ, ലീ നല്ല വരിക. നെഹിയുണ്ട്. ആദ്യത്തെ യെസ്. ഇല്ലം ലമ്മ ലാമുൽ അംരി വ ലാ ലിന്നഹി. അപ്പോൾ നെഹിന്റെ ലായാണത്. നെഫിന്റെ ലാ വരുമ്പോൾ ഒന്നും കളയില്ല, നമ്മൾ പറഞ്ഞല്ലോ. നെഫിന്റെ ലാം വരുമ്പോൾ മുസ്ബത്തിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ പറയാം. പിന്നെ അടുത്ത് പറഞ്ഞു. ഇക്തസബ് കണ്ടോ, കസബന്റെ ഏത് ബാബ്? നമ്മളിപ്പോ പറഞ്ഞ ബാബ്, വിദ്യാലം ബാബ്. പിന്നെ ഏതാ ബാബ്? പിന്നെ പറഞ്ഞോളൂ. അടുത്ത ഈ ആയത്തിന് നീ കഴിഞ്ഞു. ഇനി അടുത്ത ആയത്ത് അസീസ് ഖാൻ പറയും. സമീഅ്തുമൂഹു ഏതാണത്? ഏതാ ഫീല്? അങ്ങനെ ഒരു ഫീല് കേട്ടുക്കണോ നിങ്ങള്? അത് ഫീല് കേട്ടുക്കണോ? ശരിക്കും എന്താ വേണ്ട അവിടെ? സമിഅ സമിഅ സമിഉ സമിഅത് സമിഅത സമിഅന സമിഅത സമിഅതുമ സമിഅതും സമിഅതി സമിഅതുമ സമിഅതുന്ന സമിഅതു സമിഅന അല്ലേ? അതെന്താന്ന് വെച്ചാലേ സമിഅതും ഹു എന്ന് പറയല് ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും സമിഅതും എന്നാണ് അതവിടെ. സമിഅതും തന്നെയാണ്. ആ സുക്കൂൻ ശേഷം ഹാ വരല് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഒരു വാവ് ചേർത്ത് സമിഅതുമൂഹു എന്ന് പറഞ്ഞു കൊടുത്താൽ സമിഅതുമൂഹു. അത് സമയത്തും എന്നുള്ള തന്നെയാണ്, കൺഫ്യൂഷൻ ആവണ്ട. സമയ സർഫാക്കുമ്പോൾ സമയത്തും വരുന്നുണ്ട്, അതിനെയാണ്. അത് പല സ്ഥലത്തും ഉണ്ട് അങ്ങനെ, ഈ ഭാഗത്ത് അങ്ങനെ വരും. പിന്നെ അതിൽ വേറെണ്ടാ? അത് ഏതാ? യഅ്തൂനാന്നുണ്ടാവും കേട്ടോ. ലെമ്മ വന്നുകൊണ്ട് എന്ത് ചെയ്താണ്? നൂന് പോയതാണ്. ഇവിടെയും കണ്ടങ്ങള് ഇത് സമയത്തുമൂഹു എന്ന് കണ്ട വന്നിക്കണേ. അടുത്ത ആയത്തിൽ പറയും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലമസ്സക്കും. ലാ എന്നുള്ളത് ഒരു വേറെ പദാണ്. മസ്സ എന്നാണ് പേര് കേട്ടോ, മസ്സ. പിന്നെ അഫൽത്തും അഫാല എന്നാണ്. അഫാൽ അഫാല അഫാല അഫാലു അഫാലത്ത് അഫാലത അഫൽന അഫൽത അഫൽത്തുമ അഫൽത്തും അഫൽത അഫൽത്തുമ അഫൽത്തും. അപ്പൊ അവിടെ ഇതാണ്. അതേത് ബാബ വരിക? അതേത് ബാബ? അഫാല എന്നുള്ളത് ഏത് ബാബ വരിക? സുലാസി. സുലാസി മസീദ്. പിന്നെ ഇനിയിലുണ്ടോ? തലക്കൗനഹു. ഓക്കെ, അതേതാ? തലക്കൗ. തലക്ക തലക്കയ തലക്കൗ. തഫഅല തഫഅല തഫഅലു. അത് തലക്കൗന. തലക്ക യതലക്ക. ശ്രദ്ധിക്കണേ. യതലക്ക യതലക്കയാനി യതലക്കൗന. തതലക്ക തതലക്കയാനി യതലക്കൈന. തത്തലക്ക തത്തലക്കയാനി തത്തലക്കൗന. തത്തലക്കൗനാണ്. അപ്പൊ പഠിച്ചില്ലേ? രണ്ട് താവ് വരുമ്പോ ഒരു താവ് പോകും പറഞ്ഞില്ലേ, അതാണത്.
മനസ്സിലായല്ലേ റാഫിക? തഫഅല ബാബില് രണ്ട് താ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു താ പോകും. തഫഅല തഫഅല തഫഅല. അതാണ് തത്തന. അത് നമ്മൾ ഒരു ദിവസം പറഞ്ഞിരുന്നു അല്ലേ? തനസ്സലു തത്തനസ്സലു. ആ അല്ലേ? തലല്ലാ തലല്ലാ. ഇവിടെ നിന്ന് പോയി. പിന്നെ ഇനി ഏതാ ഫീലുണ്ട് അവിടെ? ആ പിന്നെ തഹ്സബൂൻ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ അടിവരട്ടത്. പിന്നെ ആ നത്തക്കല്ലമ. ഏതാ ബാബ്? തഫഅല ബാബ്. യെസ്. തഫഅലന്റെ തഫഅല യതഫഅലു. അങ്ങനെ സർഫ തകല്ലമ യതകല്ലമു. അഫ്സല് ഓക്കെ അല്ലേ? അഫ്സൽ പിന്നെ കുറച്ച് ഇത് ഓതിയതാണ്. ഞാൻ ഓതിയില്ല കുറച്ചൊക്കെ. ഓക്കെ. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ ശരിയാവും. തഖൂലൂന സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. യഇദുക്കും. വഅല യഇദു നമ്മൾ അരിട്ടാ. വഅല എന്നാണ് മാലി. അതിന്റെ യഇദു ഞാൻ പറഞ്ഞല്ലോ. എന്തേ? ഫഅല യഫ്ഇലു വസ്നിക്ക് ഫാഉ ഫീല് വാവായിട്ട് വരുമ്പോൾ വാവിനെ കളയപ്പെടും. അത് നിയമമാണ്. അൻ തഊദു. അതിന്റെ അൻ തഊദൂന എന്നുണ്ടാവും. അന്ന് നെസ്ബല്ലേ? നെസ്ബീനല്ലേ? നൂനെ കളയിലുണ്ട് അൻസ്ബ്. ഇതാ അടുത്ത ഇതാ യുബയ്യിനു അല്ലേ? യുബയ്യിനു അതാ അതിന്റെ മാലി എന്താ? ബയ്യന യുബയ്യിനു. ആ ഇനി ഇന്നല്ലദീന യുഹിബ്ബൂന. ഏതാ മാലി വരിക? യുഹിബ്ബൂന. അല്ല, ഹബ്ബല്ല. ഹബ്ബക്ക് അല്ല. അഹബ്ബ. യെസ്. അഹബ്ബ യുഹിബ്ബു. അഹബ്ബ എന്നാണ് അതിന്റെ മാതി വരിക. ഹബ്ബബ എന്നാകുമ്പോ ഹബ്ബബ യുഹബ്ബിബു എന്നാ വരിക. ഫഅല യുഫഇലു എന്നല്ലേ? ഹബ്ബ എന്നാകുമ്പോ അതും എന്താ ലമ്മ് എന്ത് വരില്ല? മുലാരി വരില്ല. മുലാറത്തെ അക്ഷരത്തിന് ലമ്മ് വരില്ല. ഹബ്ബ എന്നാകുമ്പോ സുലാസി മുജറദ. അപ്പൊ അതിന് യഹബ്ബു എന്നാ വരിക. ഇവിടെ അഹബ്ബ യുഹിബ്ബു. മറ്റൊരുത്ത് ഹബ്ബബ എന്നാകുമ്പോ എന്ത് വരും? ഫഅല യുഫഇലു. ഹബ്ബബ യുഹബ്ബിബു എന്നാ വരിക. ആ ഏ അഫഅല അഫഅല ബാബാണ്. കാരണം അത് ഈ മുലാഫ് ആയതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അതെ. യെസ്. അഹ്ബബ എന്നായിരിക്കും. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ഭാഗം എന്ത് ചെയ്യും? രണ്ട് ഒരേ കലിമത്തിൽ ഒരു കലിമത്തിൽ രണ്ടക്ഷരം ഒരേ അക്ഷരം വരുമ്പോൾ അതിന്റെ അർത്ഥത്തിന് മുമ്പുള്ളതിലേക്ക് നീക്കിയിട്ട് ഇദ്ഗാം ചെയ്ത അഹബ്ബ അഹ്ബബ എന്നുള്ളതിന്റെ ഒന്നാമത്തെ ബായിന്റെ അർത്ഥത്തിന് അങ്ങോട്ട് കൊടുത്തു. ബായിന് ഹായിന് കൊടുത്തു. എന്നിട്ട് ഈ ബായിനെ ഈ സുക്കൂനുള്ള അർക്കത്ത് പോയാൽ പിന്നെ സുക്കൂനായല്ലോ. ആ സുക്കൂനായ ബായ് മുത്തഹരിക്കായ അർക്കത്തുള്ള ബായ് ഇദ്ഗാം ചെയ്തിട്ട് അഹബ്ബ എന്ന് പറഞ്ഞു. അൻ തശീഅ. ഷാഅ യശീഉ ട്ടോ. ഷാഅ യശീഉ. അൻ വന്നുകൊണ്ട് തശീഅ നസ്ബ് കൊടുത്തു. പിന്നെ എളുപ്പം കുഴപ്പമില്ല. ആ ഇതാ എത്തി എത്തി. പറയും. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിൻ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ ഉണ്ടായില്ലേ? ആമന ആമന ആമനു. അല്ല ബാബു.
ഏതാ ബാബ്? ഇത്തബഅ യത്തബിഉ. യെസ്, ഇത്തബഅ യത്തബിഉ. ഇഫ്തിയാലം ബാബാണത്. പിന്നെ അത് താ ആട്ടോ, അത് മറിച്ചതല്ല കേട്ടോ. അത് തബിഅ എന്നുള്ളതിന്റെ ഇഫ്തിയാലം ബാബാണ്. അത് മറിച്ചിട്ടില്ല. നമ്മൾ വാവിനെ താ ആക്കി മറിക്കുന്നു, വയസ്സ എന്നുള്ളതിനെ താ ആക്കി മറിക്കുന്നു. അത് അങ്ങനത്തെ ഉള്ള അത് താ തന്നെയാണ് കേട്ടോ. തത്തു തബിഉ, തത്തബിഉ. ഫാവ് ഫീൽ തന്നെ താ ആണ് അതിന്റെ. ആ തത്തബിഉ അല്ല, തത്തബിഊന എന്നുണ്ടാവും അവിടെ. അതിൽ നെഹിന്റെ ലായാണത്, നേരത്തെ പറഞ്ഞ പോലെ. എന്താ അതിന്റെ അർത്ഥം? ഈമാനുള്ളവരെ നിങ്ങൾ ഷെയ്ത്താന്മാരുടെ പാതകൾ പിൻപറ്റരുത്. നിഷേധിക്കല്ലേ, വിരോധിക്കല്ലേ. ഷെയ്ത്താന്റെ പാതകൾ പിൻപറ്റരുത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അവിടെ യത്തബിഉ അത് ജസ്മിന്റെ മന്നാണ്, ജസ്മ് ചെയ്തു. മന്ന് എന്നുള്ളത് രണ്ട് മുതാരി അഫീനക്ക് ജസ്മ് ചെയ്യും, അതിൽ പെട്ടാണത്. അത് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ, അത് വരും, നഹ്വിൽ വരും. മയ്യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ മാ സകാ മിൻകും മിൻ അഹദിൻ അബദൻ വലാകിന്നല്ലാഹ യുസക്കി. അല്ല, യുസക്കി. എന്താ യുസക്കി പറഞ്ഞത്? സക്കാ യുസക്കി. സക്കാ യുസക്കി. തസ്കിയ, തസ്കിയത്ത് എന്ന് കേട്ടില്ലേ? അതിന്റെ മസ്തർ തസ്കിയത്ത് എന്ന് വരും, ആത്മസംസ്കരണം. ഇതെന്താ ഫീല്? എന്താണ് പിന്നെ അടിവരട്ട ഫീൽ? ഏതാ? ഏതാ ഫീല്? അല്ല അല്ല, അതെ. മുതാരിയ ഫീൽ തന്നെയാണത്. ഏ അപ്പൊ ഏതാ ബാബ്? ഏതാ ബാബ്? ഇഫ്താലെ അല്ല, ഇഫ്താല ബാബോ പറഞ്ഞോളി, നോക്കാം നമുക്ക്. ആന ഏത് ബാബാണത്? നിങ്ങൾ കാരുണ്യം ചെയ്യൂ. കാരുണ്യം ചെയ്താൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. നിങ്ങൾക്കും, നിങ്ങൾ കാരുണ്യം ചെയ്യൂ, കാരുണ്യം ചെയ്താൽ നിങ്ങൾക്കും റഹ്മത്ത് ചെയ്യും. ഹദീസാണത്, അതന്നെ പാർട്ടി. അങ്ങനെ എഴുതിക്കോ. ഹദീസ് എഴുതാൻ പറ്റൂല എന്നൊന്നുമില്ല, ഹദീസും എഴുതാം. ആ, എന്നാണ് അല്ലേ? അന്നല്ലേ പറഞ്ഞു ഇഫ്താല ഇഫ്തൈലു എന്നല്ലേ പറഞ്ഞു? അതിന്റെ നെഹിയ ലാ യഅ്തലി. നെഹിയാവുമ്പോ അവസാനത്തെ കളയലോ, അവസാനത്തെ എന്ത് ചെയ്യും? അക്ഷരം കളയും. ഇല്ലത്തിന്റെ അക്ഷരാകുമ്പോൾ നെഹീനക്ക് അവസാനത്തും ജസ്മിന്റെ എന്തായിരിക്കും? അവസാനത്തെ കളയിലുണ്ടായിരിക്കും. അപ്പൊ ലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു. ആ, അതെ. ലാ യഅ്തലി അൻ യുഅ്തു
ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫൂ അംറ്. അതാ യഅതി ഉതിയ യുഅത ആത യൂതി ആത യൂതി യൂതി എന്നതിന് മറ്റൊരു പ്രയോഗമാണ് യുഅതി യുഅതി യുഅതിയാനി യുഅതൂന അങ്ങനെ വരും. യുഅതി യുഅതിയാനി അത് അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരമാകുമ്പോൾ നാക്കിസായ ഫീലാകുമ്പോൾ നാക്കിസ് എന്ന് പറഞ്ഞാൽ ലാം ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരമാകുമ്പോൾ പിന്നെ ഒരു മാറ്റമാണ്. യുഅതി യുഅതിയാനി യുഅതിയൂന എന്നാണ് അസല് വരിക. പക്ഷെ യാ ലൈഫ് ആണല്ലോ, അതിന് ലമ്മത്ത് ഭാരമുള്ളതായതുകൊണ്ട് ആ ലമ്മത്തിന് എന്ത് ചെയ്തു കളഞ്ഞു. അപ്പോൾ യുഅതിയൂന എന്നുള്ള ലമ്മത്തിൻ്റെ ഇത് കൊടുത്തു, പുറത്ത് കൊടുത്തു യുഅതൂന എന്നാക്കി. അതാണത്. അത് പിന്നെ അന്നു വന്നുകൊണ്ട് ന്യൂനെ കളഞ്ഞു. നെസ്ബിന്റെ അന്നല്ലേ, നെസ്ബ് ന്യൂനെ കളയൽ കൊണ്ടാണല്ലോ. സ്വഹീഹായ ലെറ്ററുകളുടെയാണ്, സ്വഹീഹായ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത് സംസാരിച്ചത്. യെസ്, അമ്രു വായിബ്. വൽ യഅഫു ലി യഅഫു എന്നുണ്ടാകുക കേട്ടോ. അത് വാവ് വന്നുകൊണ്ട് അലാമിന് സുക്കൂൻ കൊടുത്താണ്. വൽ യഅഫു ലി യഅഫു എന്നുണ്ടാകുക. വൽ യസ്ഫഹു വലി യസ്ഫഹു എന്നുണ്ടാകുക. യസ്ഫഹു അത് അറിയാലോ നമുക്ക്. സ്വഫഹ യസ്ഫഹു അതിൻ്റെ അമ്രാണ്. ലി യസ്ഫഹ് ലി യസ്ഫഹ ലി യസ്ഫഹു. മറ്റേത് അഫാ യഅഫു യഅഫു. അതെ അതെ, ആ വാന്ന് വരുമ്പോഴും ഫാ വരുമ്പോഴും അങ്ങനെ വരും. വാ വരുമ്പോഴും ഫാ വരുമ്പോഴും ആ ലീ എന്നുള്ളതിന്റെ കസ്റ് മാറിയിട്ട് സുക്കൂനാവും. അടുത്ത് നോക്കുക. അലാ തുഹിബ്ബൂന അഹബ്ബ യുഹിബ്ബു അങ്ങനെ സർഫാക്കി വരുമ്പോൾ തുഹിബ്ബൂന ലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും അറിയാലോ നമുക്ക്. യർമൂന റമാ യർമി എന്ന് വരിക. യർമി യർമിയാനി യർമൂന എന്ന് വരിക. യർമിയൂന എന്ന് അസ്ലി വരിക. യാ ലൈഫ് ആയതുകൊണ്ട് യാനെ കളഞ്ഞാണ്. അപ്പൊ യർമൂന. യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു മജ്ഹൂൽ ലുഇനു ഫിദ് ദുനിയ വൽ ആഖിറതി വലഹും അദാബുൻ അദീം യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം. തഷ്ഹദു അത് നമുക്കറിയാലോ, പറയേണ്ടതില്ല. യഅമലൂൻ യൗമ ഇദിൻ യുവഫീഹിം കണ്ടോ. വഫാ യുവഫീ യുവഫീഹിം വഫാ യുവഫീ ട്ടാ. യഅലമൂന അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. يا أيها അത് ബർറഅ യുബർരിഉ ബുർരിഅ യുബർറഉ അതിന്റെ ഇസ്മു മഫ്ഊലാണ് മുബർറഊന. മുബർറഉൻ മുബർറആനി മുബർറഊന മുബർറഉൻ മുബർറആനി മുബർറഊന. ഏതുപോലെ നമ്മൾ ഇസ്മു മഫ്ഊല് നമ്മൾ മീസാനിൽ പഠിച്ചത് മഫ്ഊലുൻ മഫ്ഊലാനി മഫ്ഊലൂന എന്നാണ്. ഇത് ബർറഅന്റെ ഇസ്മു മഫ്ഊലാണ്. അത് മുബർറഉൻ അതിന്റെ ഇസ്മു മഫ്ഊൽ വരിക. മുബർറഉൻ മുബർറആനി മുബർറഊന. ക്ലിയർ അല്ലേ? ഇവിടെ നോക്ക് നിങ്ങൾ. ഇതാ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ നഹിയാണ് കേട്ടോ. തദ്ഖുലൂന എന്നുണ്ടാവും. അതെങ്ങനെ അറിയാ? വാവുണ്ടല്ലോ ഇവിടെ. മറ്റേത് മുഫ്രദാണെങ്കിൽ തദ്ഖുലൂ എന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു അലിഫും ഉണ്ടാവും. ഇങ്ങനെ പോണേന് ജമ്മാക്കണോടത്തേക്ക് ഒരു അലിഫും ഒരു വാവും ഉണ്ടാവും. നൂന് പോയോടത്തും ഒരു അലിഫ് വരും. അതുപോലെ ഇനി മാദിയിലും വരും അലിഫ്. ഇവിടെ കാണാം ആമനു ആമനു എന്നുള്ളിടത്തുണ്ടോ. ആമനു എന്നുള്ളിടത്ത് വാവിന് ശേഷം ഒരു അലിഫ് കണ്ടാവും. അതതിൻ്റെ ശൈലിയാണ്. എഴുതുമ്പോൾ അത് അലിഫ് അവിടെ എഴുതണം.
യായുല്ലദീന ആമനു അവിടെ അലിഫ് കണ്ടോ നിങ്ങൾ? അതേപോലെ ഇവിടെ കണ്ടോ? ആമനു എന്ന് കണ്ടില്ല? ഇതാ ആമനു എന്ന് എഴുതുമ്പോൾ കണ്ടോ വാവിന് ശേഷം ഒരു അലിഫ്? അതേപോലെ ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ തദ്ഖുലൂന എന്ന് എഴുതുമ്പോൾ ഈ അലിഫ് ഉണ്ടാവില്ല. നൂന് പോണ സമയത്ത് ഒരു അലിഫ് കാണാം. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും ഹത്ത തസ്തഇനിസു ആണ് അവിടെയും കാണാൻ അലിഫ്. തസ്തഇനിസു ഇസ്തഇനസ യസ്തഇനിസു ഇസ്തഇനസ യസ്തഇനിസു അത് അതെ ഹത്തക്ക് ശേഷം അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യും. അപ്പൊ ഹത്ത അൻ തസ്തഇനിസു എന്നുണ്ടാകുക. അന്ന് മറിഞ്ഞിട്ട് നസ്ബ് ചെയ്യുന്ന സ്ഥലമാണ്. വതുസല്ലിമു സല്ലമ യുസല്ലിമു തുസല്ലിമൂന എന്നുണ്ടാവും. അവിടെ എന്താ അന്ന് മറിഞ്ഞ് നസ്ബ് കിട്ടിയ ഇതിലേക്ക് അത്ഫ് ചെയ്തു. തസ്തഇനിസു വതുസല്ലിമു അത്ഫിന്റെ ശേഷം അത്ഫിന്റെ ഭാവമാണ്. അപ്പോൾ അത് എന്ത് ചെയ്തു? മയം. ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. ഇതെന്താ? ഇതൊന്ന് പഠിച്ചതാ. ഏതാ? തദക്കറൂൻ മാദിയാണോ മുദാരിയാണോ? തതദക്കറൂൻ എന്നാണ് അവിടെ ഉണ്ടാകുക. ആ നൂനില്ലെങ്കിൽ കുഴപ്പമുണ്ടാകുന്നില്ല. തദക്കറ തദക്കറ തദക്കറൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവന് മാലി എന്ന് പറയാം. പക്ഷെ നൂൻ ഉണ്ടാകുമ്പോൾ അത് മുദാരിയായി മാറി. തദക്കറൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ഒന്നുകൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. നമ്മളിന്ന് പറഞ്ഞത് തഫഅലയുടെയും തഫഅലയുടെയും മുദാരിയുടെ തുടക്കത്തിൽ രണ്ട് താ ഒരുമിച്ച് കൂടിയാൽ ആ ഒരു തായിനെ കളയാനും പറ്റും, രണ്ട് തായിനെ സ്ഥിരപ്പെടുത്താനും പറ്റും. അതിനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ ഇഫ്തഅല ബാബിൻ്റെ ഫാ ഫീല് എന്തായി? സാദ് ലാദ് താ വാ ഇവയിലേതെങ്കിലും ഒന്നായാൽ ഇഫ്തഅലിൽ ഒരു താ കാണാലോ, അധികം വന്ന താ, ആ തായിനെ താ ആക്കി മറിക്കണം. ഇഫ്തഅലയുടെ ഫാ ഫീല് ദാലോ ദാലോ സാഓ ആയി വന്നാൽ തായിനെ ദാലാക്കി മറിക്കണം. പിന്നെ ഇഫ്തഅലയുടെ ഫാ വാവോ യാഓ സാഓ ആയി വന്നാൽ തായിനല്ല മറിക്കണ്ട്, ഫാ ഫീലിനെ, അതായത് വാവിനെ യായിനെ ഫായിനെ എന്താക്കി മറിക്കണം? താ ആക്കി മറിക്കണം. ഈ ഒന്നും നേരത്തെ പറഞ്ഞ 4 നിയമങ്ങളാണെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ മുമ്പ് കിതാബുകളിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ?